അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശ്വാസികളെ, വണ്ടൂർ ജാമിഅ വഹബിയ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ കൈരളിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വജ്ര ജൂബിലിയെ സ്മരിപ്പിക്കുന്ന ഇസ്ലാം 60 ഓൺലൈൻ പ്രഭാഷണ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 29ാമത്തെ എപ്പിസോഡിൽ ആഘോഷങ്ങളിലെ ലാളിത്യം എന്ന ഒരു ശീർഷകത്തിൽ അല്പം കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. നാഥൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഹ്രസ്വമായ ഈ ഭൗതിക ലോകം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിലറയാണ്. സുഖലോലുപരായി ഇഷ്ടാനുസരണം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുമതി നൽകിയിട്ടില്ല. അനശ്വരമായ മരണാനന്തര ജീവിതമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. ശാശ്വതമായ ആ ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി സുകൃതങ്ങൾ പ്രവർത്തിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകം അവൻ്റെ അടിമകൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇവിടെ സൽപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് അവിടെ അത് ഉപകരിക്കുകയും ചെയ്യും. നിയമലംഘനം നടത്തി താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ദിക്തഫലം മരണാനന്തരം ലഭിക്കുകയും ചെയ്യും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തും അതിൻ്റെ വിവക്ഷയും എല്ലാം നാം മനസ്സിലാക്കിയവരാണല്ലോ. എങ്കിലും സന്തോഷിക്കാനും ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് അവസരം നൽകുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് അനുവദിച്ച മതപരമായ വലിയ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് 2 പെരുന്നാളുകൾ തന്നെയാണ്. ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. ഇതിനെ കൊണ്ടാടേണ്ടതും ഇതിലെ ആചാരങ്ങൾ നിർവഹിക്കേണ്ടതും വളരെ ലളിതമായ രീതിയിലായാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ആഘോഷത്തിൻ്റെ നാളുകൾ കേവലം നാടിൻ്റെ ആഘോഷമാക്കി മാറ്റുന്ന സമൂഹമാണ് ഇന്നത്തെ സമൂഹം. പ്രധാനമായും 2 പെരുന്നാളുകളിലും ഒരേപോലെ നിർവഹിക്കപ്പെടേണ്ട ലളിതമായ ചില പ്രവർത്തനങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ചുകൂടി നമസ്കരിക്കുക, ശേഷം പരസ്പര സ്നേഹവും ബന്ധങ്ങളും പുലർത്തുക, അതുപോലെ സമ്മാനങ്ങളും ഹദിയകളും കൈമാറ്റം ചെയ്യുക. കുറച്ചു നല്ല നല്ല കർമ്മങ്ങളാണ് പൊതുവായി ഒരു വിശ്വാസിക്ക് പെരുന്നാൾ ദിനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രത്യേകം ബലിപെരുന്നാളിനെ ഉളഹിയത്ത് കർമ്മവും ദീൻ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് നിർബന്ധ ബാധ്യത അല്ലെങ്കിലും വലിയ പുണ്യം ലഭിക്കുന്ന, മുന്തിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മം കൂടിയാണ്. ഈ ഉളഹിയത്തിൻ്റെ മാംസം പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി അതിൻ്റെ മാഹാത്മ്യം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. സാധുജനങ്ങളെ ഭക്ഷിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും വലിയ പുണ്യം ലഭിക്കുന്ന കാര്യം തന്നെയാണല്ലോ. അതുപോലെ തന്നെയാണ് ചെറിയ പെരുന്നാളിന് നിർവഹിക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് എന്ന കർമ്മം ഓരോരുത്തരുടെ മേലും ബാധ്യതയായിട്ടുണ്ട്. ഇതും നാം പറഞ്ഞതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. സാധുജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതോ, അവരിൽ അന്നത്തെ ദിവസം ജോലിക്ക് പോവാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ അവശരോ ആയിട്ടുള്ള ആളുകളെ സഹായിക്കലും അവരെയും കൂടെ ഈ പെരുന്നാളിൻ്റെ ആഹ്ലാദ നിമിഷത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക എന്നതും വലിയ പുണ്യമുള്ള പ്രക്രിയ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെറിയ ചെറിയ വലിയ പ്രവർത്തനങ്ങൾ ദീൻ നമ്മോട് നിർദ്ദേശിക്കുന്നത്. ധാരാളിത്തമല്ല പരിശുദ്ധമാക്കപ്പെട്ട ദീൻ വിശ്വാസിയോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആനന്ദവേളകളിലും ആഹ്ലാദവേളകളിലും അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടാൻ നമ്മോട് പഠിപ്പിക്കപ്പെട്ടത്. അതുതന്നെയാണല്ലോ നമ്മുടെയൊക്കെ പെരുന്നാൾ നമസ്കാരങ്ങളിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പെരുന്നാൾ പോലുള്ള സന്തോഷ നിമിഷങ്ങൾ ആഹ്ലാദിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. കുത്തഴിഞ്ഞു ജീവിക്കാനുള്ള അവസരമെന്നല്ല ആഹ്ലാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഓരോ സത്യവിശ്വാസിക്കും അവൻ അനുവദിച്ച ആഘോഷ ദിനങ്ങൾ കൊണ്ടാടാൻ സാധിക്കുകയുള്ളൂ. അനുവദനീയതയുടെ അതിർവരമ്പുകൾ അവഗണിച്ച് തൻ്റെ പണക്കൊഴുപ്പും ആർഭാടവും മാലോകരെ അറിയിക്കാനുള്ള അവസരമായാണ് പെരുന്നാൾ സുദിനങ്ങളെ പലരും ഉപയോഗിക്കുന്നത്. നാം സംസാരിച്ചതുപോലെ ചെറിയ ചെറിയ കർമ്മങ്ങളെ കൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ നടത്തപ്പെടേണ്ട ഇത്തരം ആഘോഷ നാളുകൾ DJ പാർട്ടികളെ കൊണ്ടും
പബ്ബുകളിലെ സംഗീത നിശകളെ കൊണ്ടും സ്ത്രീ പുരുഷ ഭേദമന്യേ കൂടിക്കലർന്നുള്ള നൃത്തവിരുന്നുകളും സംഘടിപ്പിച്ച് പണം പൊടിപൊടിക്കുന്ന ഇന്നത്തെ തലമുറ ഇത്തരം സുദിനങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനപ്പുറം ഓരോ വ്യക്തികൾക്കും ദീൻ നിഷ്കർഷിക്കുന്നതിന് പുറമെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന ആഘോഷവേളകളെ ഇത്തരം ലളിതമായ രീതിയിൽ നടത്തപ്പെടുന്നതിനെ ദീൻ എതിർക്കുന്നുമില്ല. നമുക്കിടയിൽ സാധാരണമായി കണ്ടുവരുന്ന ബർത്ത്ഡേ ആഘോഷങ്ങൾ, അതുപോലെ സ്ഥാപനങ്ങളുടെ ആഘോഷ പരിപാടികൾ, പെരുന്നാൾ സുദിനത്തിന് ആസ്വാദനത്തിന് വേണ്ടിയുള്ള പടക്കം പൊട്ടിക്കൽ പോലുള്ള പരിപാടികളൊന്നും എതിർക്കപ്പെടേണ്ടതുമില്ല. ഇതൊക്കെ തന്നെ ദീനീ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ സുതാര്യമായ രീതിയിൽ നടത്താൻ സാധിക്കുന്നവകളാണല്ലോ. മാത്രമല്ല ഇത്തരം സന്തോഷകരമായ വേളകളിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലും സന്തോഷിപ്പിക്കുന്നതും മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും അനുസ്മരണ പരിപാടികൾ പോലത്തത് നടത്തുമ്പോൾ അവരെ പുകഴ്ത്തുന്നതും അവരുടെ മധുഹുകൾ പറയുന്നതുമെല്ലാം പുണ്യമായ കർമ്മം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെയും എതിർക്കപ്പെടേണ്ടതില്ല. ഏത് ആഘോഷങ്ങളുടെയും മഹത്വം അതിൻ്റെ ആഡംബരത്തിലല്ല നിലനിൽക്കുന്നത്, മറിച്ച് അതിൻ്റെ ബറക്കത്തിലും ലാളിത്യത്തിലുമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിക്കുന്നത്. കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ധാരാളിത്തത്തോടും കൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഏത് ആഘോഷങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് മുമ്പിൽ ജയിച്ചു കാണിക്കാൻ വേണ്ടിയും അതുപോലെ മേൽമത്തരം നടിക്കാൻ വേണ്ടിയുമുള്ള കാട്ടിക്കൂട്ടലുകളാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് മിതത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയുമാണ്. രണ്ട് കാര്യങ്ങളിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ പാപമില്ലാത്തിടത്തോളം കാലം അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും ലളിതമായ കാര്യത്തെ തിരഞ്ഞെടുക്കുമായിരുന്നു. ധാരാളം പണം ചിലവഴിച്ച് പാഴാക്കി കളയാനുള്ളതല്ല ദീനിലെ ആഘോഷവേളകൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ട് കാണാം, ലാളിത്യം ദീനിൻ്റെ ഭാഗമാണ്. ലാളിത്യത്തോടെ നടത്തുന്ന ആഘോഷങ്ങൾക്ക് വലിയ ഗുണങ്ങളുണ്ട്. മനസ്സമാധാനം ലഭിക്കുകയും കടബാധ്യതകളിൽ നിന്ന് ഒഴിവാവുകയും കുടുംബബന്ധങ്ങൾ സുദൃഢമാവുകയും സമൂഹത്തിൽ നല്ല മാതൃക സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളെല്ലാം ഇത്തരം ലളിതമായ ആഘോഷങ്ങളും ജീവിത വ്യവസ്ഥകളും നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നവരാണ്. ആ പാതയിലായി ലാളിത്യത്തോടെ സംഘടിക്കാനും ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.